എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ദുരിതം, രോഗം, ആയുസ്. നമുക്ക് ആയുസ് ഉണ്ടായാൽ പോരാ, ആരോഗ്യം വേണം. ആരോഗ്യമുണ്ടെങ്കിലേ ആനന്ദമുണ്ടാകും എന്നാണ് നമ്മുടെ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സിന്റെ മുദ്രാവാക്യം. ജീവനും ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആരോഗ്യമെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ ജീവിച്ചിരുന്നിട്ട് കാര്യമുള്ളൂ. അതാണ് ആയുസ് ഉണ്ടായാൽ പോരാ, ആരോഗ്യം വേണം. ആരോഗ്യമുണ്ടെങ്കിലേ ആനന്ദമുണ്ടാകൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും എന്നും രോഗങ്ങൾ, ആകെ കഷ്ടപ്പാട്. അവിടെ ഒരു അവിടെ ഒരു മുറി, ആ മുറി ഉണങ്ങാണ്ട് കുറെ കാലം നടക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്താലും വീട്ടിൽ നിന്ന് രോഗങ്ങൾ വിട്ടുമാറാത്തവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മരണതുല്യമായിട്ട് കിടക്കുന്നവർ, അതായത് മരണതുല്യമായിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ ഒരു 99 വയസ്സ് 100 വയസ്സായിട്ട് നരകിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നവരെ വീട്ടിൽ ഇത് ജപിച്ചാൽ അവർക്ക് മോക്ഷം കിട്ടും. മരിക്കേണ്ടവരാണെച്ചെങ്കിൽ മരിക്കും, ജീവിക്കേണ്ടവരാണെച്ചെങ്കിൽ അവരെനിക്ക് പറക്കും. അല്ലാണ്ട് കിടന്ന് നരകിച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ വർഷങ്ങളോളം കിടന്നിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. നമ്മൾ കണ്ടമാന പേഷ്യൻസിനെ വീട്ടിൽ പോയിട്ട് കാണുമ്പോൾ വൈദ്യുതി ഒന്ന് വന്ന് നോക്ക്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതൊന്ന് ഒഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ മരിക്കുമോ, ഇത് മരിക്കാൻ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മടുത്തിട്ടിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനം എത്തുക മന്ത്രവാദിയും വൈദ്യമൊക്കെ ചെയ്യുന്നത് കൊണ്ട്, മന്ത്രങ്ങളും വൈദ്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒഴിഞ്ഞെടുക്കുക വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാ നോക്കുമ്പോൾ ആ റൂമിലേക്ക് കടക്കാൻ പറ്റില്ല. നമുക്ക് കെട്ടമണായിരിക്കും. കാരണം വെച്ചാൽ മലമൂത്ര വിസർജ്യത്തിന്റെ ഒന്ന്, പിന്നെ ഈ ശരീരമൊക്കെ 2 ദിവസം കിടപ്പിൽ കിടന്നാൽ പൊട്ടി കഴിഞ്ഞാൽ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം ലോകത്ത് പറയാല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥകൾ മാറാൻ കുടുംബപരമായിട്ട് എന്നും പനി, ഇപ്പം മക്കൾക്കാണ് എന്നും പനി, ഒരു വാള പനി മാറി അടുത്ത ആളെ പനി മാറി എന്നും മരുന്ന് പേടിയും ഡോക്ടറും വൈദ്യശാലയും ഒക്കെ ആയിട്ട് നടക്കേണ്ട ഒരവസ്ഥ. ആ വക കെട്ടുകണയെന്നൊക്കെ മാറി നല്ല ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആണ് വേണ്ടത്. അപ്പോൾ അതാണ് പറയാൻ കാരണം, ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, മനസ്സിന് വേണ്ടി, മാനസിക സുഖത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സർവ്വ ഐക്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മന്ത്രം. ഇതിന് ആയുർ സൂക്തം ചിലർ പലരും ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിച്ചു, അവിടെ വഴിപാട് കഴിച്ചു, അങ്ങനെ പല പല വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഇത് ഒരു ആഴ്ചയിൽ ഒരു ദിവസമല്ലേ നമുക്ക് പോലെ ഏത് നേരം അമ്പലത്തിൽ ചെന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ പ്രശ്നമാണ് വെച്ചാൽ കെട്ടിയിട്ട് എന്നും അത്രയധികം ഡേഞ്ചറായിട്ട് നിൽക്കുന്ന ഒരു ദുരിതത്തിന്റെ അങ്ങേറ്റം കാഠിന്യത്തിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കുറെ വഴിപാടൊക്കെ ചെയ്ത് പൈസയൊക്കെ കളയുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ട് നമ്മളൊരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഇരുന്നാണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ഈ പ്രാർത്ഥിക്കുന്ന ദേവൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ എന്ന വിഷ്ണു ഭഗവാൻ തന്നെയാണ്. ഗുരുവായൂരപ്പൻ എന്നല്ല, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ വിഷ്ണു ഭഗവാനാണ്. പക്ഷേ വിഷ്ണു ഭഗവാന്റെയാണ് ഈ മന്ത്രം. ആയുർ ഗോപാല മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന് പറയുക. ഈ ആയുർ ഗോപാല മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പിന്നെ മരുന്നിന്റെ പെട്ടിയാണ്ട് കയറില്ല. അതാണ് കാരണം. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കിഡ്നി പോയി, അല്ലെങ്കിൽ ലിവർ പോയി, പിന്നെ ഹാർട്ട് പോയി, ഇതുപോലെ പോയിട്ട് ഓരോന്ന്, പിന്നെ പനി, ജലദോഷം മുതൽ വിട്ടുമാറാത്ത കാര്യങ്ങൾ. ഒരു ചെറിയൊരു കൊതുകടിച്ചാൽ മതി, ആ കെട്ട് അത് വലിയൊരു കുരു അത് പഴുത്ത് പൊട്ടി ആ കെട്ടായിട്ട് ഒരു കൊല്ലം നടന്നു. മുട്ടിന് താഴെ എന്നും കെട്ട്, ഇങ്ങനെ കെട്ടും രോഗങ്ങളുമായിട്ട് അവനവന്റെ ജീവിതം തന്നെ നരകിച്ച് നിൽക്കുന്ന ഏതൊരു കുടുംബത്തിലെ ആളുകൾക്കും ചെയ്യാം. നമ്മുടെ ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ മരുന്ന് ആ വീട്ടിൽ നിന്ന് ഒഴിവായാൽ തന്നെ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു. നമ്മുടെ പൈസ ഏറ്റവും ദുർവിനിയോഗമായിട്ട് വരുന്നത് ഒന്ന് മരുന്ന് തന്നെയാണ്, രോഗങ്ങൾ തന്നെയാണ്. ഈ രോഗങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ ആ വീടിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പം രോഗം നമ്മുടെ വീട്ടിൽ നിന്ന് മാറാനും ദുരിതം മാറാനും ആ ഒരു കഷ്ടത എന്ന് പറയുന്നത് മാറി ജീവന്റെ തന്നെ അപകടമാകുന്ന ഏത് തരത്തിലുള്ള അവസ്ഥയിൽ നിന്നും തരണം ചെയ്യാൻ, അപകടങ്ങളും ഇതൊക്കെ വന്നാലും ഇതൊക്കെ അത് ഹാനികരം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ ആ ഒരു തരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആയുർ ഗോപാല മന്ത്രം ജപിക്കുന്നത്. ഗോപാല മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഈ രോഗങ്ങൾ നിറഞ്ഞ രോഗദുരിതങ്ങൾ നിറഞ്ഞ് കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകൾ കണ്ടെത്തിയ മന്ത്രമാണ്. ആ യോഗീശ്വരന്മാരെ നമ്മൾ ആദ്യം ഒന്ന് സ്മരിക്കുക. ആ സ്മരിക്കുന്ന മന്ത്രം ഇപ്പൊ പറയുന്ന മന്ത്രം വെച്ചിട്ടാണ് സ്മരിക്കുക. യോഗീശ്വരന്മാരെ നമ്മൾ ഈ മന്ത്രത്തിന് പരിപൂർണ ഫലം ഉണ്ടാവണേന്നും, ഈ മന്ത്രം ഞങ്ങൾ ജപിക്കുന്നതിന് പരിപൂർണ ഐശ്വര്യം ഉണ്ടാവണം, ഫലം ഉണ്ടാവണമെന്നും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെല്ലാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ യോഗീശ്വരന്മാരുടെ ആ അനുവാദം, അനുഗ്രഹം ഈ മന്ത്ര പ്രയോഗത്തിന് ആവശ്യമുണ്ട്. അതിന് ഘൃഷി ഛന്ദസ് എന്നാണ് പറയുക. നാരദ ഘൃഷി അനുഷ്ടുപ് ഛന്ദ ശ്രീകൃഷ്ണോ ദേവത.
നാരദ ഋഷി അനുഷ്ടുപ് ഛന്ദ ശ്രീകൃഷ്ണോ ദേവത. ഇതാണ് നമ്മുടെ ഈ ഋഷി ഛന്ദസ് എന്ന് പറയുന്ന മന്ത്രം. ഇത് ജപിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മൂലമന്ത്രം ജപിക്കേണ്ടത്. ആയുർഗോപാല മൂലമന്ത്രം. ആ മന്ത്രം നമ്മൾ 108 തവണ ഏറ്റവും കുറഞ്ഞത് ജപിക്കുക, ഇല്ലെങ്കിൽ 336 ജപിക്കുക, അല്ലെങ്കിൽ 1000 തവണ ജപിക്കുക. ജപിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവിടുന്ന് മരുന്ന് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. പിന്നെ ഈ രോഗം വരുന്നത് തന്നെ കുറേയൊക്കെ നെഗറ്റീവ് പൈശാചികതയാണ്. എല്ലാവർക്കും അല്ലെങ്കിൽ എന്നും രോഗം വരണ വെച്ചെങ്കിൽ എന്താവും, നമ്മൾ അത്ര വലിയ ഈ ചെളിക്കുണ്ടിലെന്നല്ല ചെന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്തൊന്നല്ല. കാരണം ഒരു ശുചിത്വമുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എന്നും രോഗങ്ങൾ വരുന്നത് തന്നെ അതൊരു അപകട സൂചന, അല്ലെങ്കിൽ പൈശാചിക സൂചന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ദുരിത സൂചന തന്നെയാണ്. അല്ലാണ്ട് പിന്നെ എന്നും ഇങ്ങനെ ഒരു സംഭവം ചികിത്സിച്ചാലും ഡോക്ടർമാരെ അവസാനം പറയും നിങ്ങൾ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അതിനൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ യോഗീശ്വരന്മാർ ഇതൊക്കെ കണ്ടെത്തിയത് പുസ്തകങ്ങളിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ, അത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂലമന്ത്രം ഇതാണ്: ദേവകി സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹീമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതാണ് ഈ രോഗം മാറാൻ വേണ്ടിയിട്ടുള്ള മന്ത്രം. ഇത് ആയുർഗോപാല മന്ത്രമാണ്. രോഗങ്ങളും ദുരിതങ്ങളൊക്കെ മാറി എല്ലാ കഷ്ടപ്പാടും മാറി. ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും ആപത്തും, ചിലർക്ക് രോഗമാവും, ചിലർക്ക് അപകടങ്ങളാവും. തൊട്ടനും പിടിച്ചതിനും ഒക്കെ കയ്യും കാര്യം. ഓരോരുത്തരും സ്റ്റീല് 2-3 പ്രാവശ്യം ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ 1-2 പ്രാവശ്യം ഒടിഞ്ഞിട്ട് ഇട്ട് പിന്നെ വളഞ്ഞിട്ട് ഇട്ട് തൊട്ടനും പിടിച്ചതിനും ഒക്കെ ഒടിച്ചില് എല്ലാ ഭാഗവും സ്റ്റീലായിട്ട് നടക്കുന്ന പല ആൾക്കാരുണ്ട്. കാരണം നമ്മൾ കരുതി കൂട്ടി വീഴില്ല, പക്ഷെ നമ്മൾ തട്ടിയിട്ട പോലെ ഉണ്ടാവും. കാരണം ഒരുപാട് അപകടങ്ങൾ അറിയാതെ തന്നെ നമ്മൾ നെഗറ്റീവ് പൈശാചികത ഉണ്ടെങ്കിൽ നമ്മൾ വന്നു ചേരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ചില ആളുകൾ കണ്ടില്ല, ഒരു മുടി നാരഴയ്ക്ക് തേങ്ങ തലയിൽ വീഴാണ്ട് പോയി, അതുപോലെ തന്നെ അണ്ട് വീഴുമ്പോഴേക്കും വണ്ടി കണ്ട് ഇടിക്കാണ്ട് പറ്റിയില്ല, ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഈ അപകടത്തിന്റെ മുന്നേ തന്നെ നമുക്കൊരു ബോധോദയം, ബുദ്ധിപരമായിട്ട് നമുക്ക് പെട്ടെന്ന് റിക്കവർ ആക്കാൻ പറ്റുന്ന പല പല കാര്യങ്ങളും നമ്മളുണ്ട്. അതൊക്കെ ഒരു അനുഗ്രഹവും ഐശ്വര്യമാണ്. ആ സാധനം ഇല്ലാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മളെല്ലേലും ചെന്ന് വീഴുക ചെയ്യുക. പക്ഷെ ഐശ്വര്യമുള്ള ആളുകൾ കാണിച്ചെങ്കിൽ ഈ വീഴണേക്കാൾ മുമ്പ് നമുക്കിത് അറിയാൻ പറ്റും, ഇതൊരു ആപത്താണല്ലോ ഭഗവാനെന്ന്. പക്ഷെ കഷ്ടപ്പാടുള്ള ആൾക്കാർ അത് വീണ് കയ്യും കാലം ഒടിഞ്ഞിട്ട് ചെന്ന് കെടുക്കുമ്പോൾ അറിയാം, അയ്യോ ഞാൻ കണ്ടില്ല, പെട്ടെന്ന് അത് വീണിട്ടാന്ന് പറയും. പക്ഷെ ഇതേപോലെ എന്നുമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അസല് മന്ത്രം എന്നാണ്, അസല് മന്ത്രം. കാരണം വെച്ചാൽ നമ്മൾ കണ്ടമാനം പൈസ കൊടുത്തിട്ട് കർമ്മം ചെയ്താലും ഒറ്റയടിക്ക് ഒരു കാര്യം നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടെറിഞ്ഞ് പോകുന്നില്ല. പക്ഷെ നമ്മളത് നല്ല രീതിയിൽ തന്നെ മെനക്കെടാൻ തയ്യാറാവണം. നമ്മുടെ വീടിൻ്റെ ദുരിതം എന്ന് പറയുന്നത് ആരും ഒന്നും കൊടുത്തിട്ടിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഇട്ടിട്ടായിരിക്കാം. പക്ഷെ അത് നമുക്ക് തന്നെ അതിനെ പമ്പ കടത്താൻ പറ്റും. ഇതാണ്ട് ചെല്ലി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ധനവും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും. ഈ വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള രോഗങ്ങളും മാറി ഈ പ്രശ്നങ്ങളായിട്ട് തീർന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടി നിറഞ്ഞില്ലേ. ഈ മരുന്നാണ് നമ്മളെ ഏറ്റവും വലിയ അപകടം. അതാണ് ഈ ആയുസ്സുണ്ടായാൽ പോലെ ആരോഗ്യം വേണം, ആരോഗ്യം ഉണ്ടെങ്കിൽ ആനന്ദം ഉണ്ടാവും എന്ന് പറയാൻ തന്നെ കാരണം ആനന്ദം ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ പനി പിടിച്ച് കൂറ പിടിച്ച് എന്നും വയ്യാണ്ടിരിക്കുമ്പോൾ എന്ത് ആനന്ദം ഉണ്ടാവുക. ഒരു ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുക, വെറുതെ മൂടി പറിച്ച് എടുക്കണ ഒരു ചിന്ത മാത്രം. അതൊക്കെ കംപ്ലീറ്റ് മാറി നമ്മൾ പയറുമണിയല്ല പറക്കാൻ പറ്റും നമുക്ക്. അത് വീട്ടിൽ ആരെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറാവണം. കാരണം എന്താ വെച്ചാൽ മറ്റാൾക്ക് ഭാര്യയ്ക്കാണെച്ചെങ്കിൽ ജോലി ഉണ്ടാവും, അതുകൊണ്ടാണ് കുടുംബം ജീവിക്കുന്നുണ്ടാവുക. എല്ലാ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നാമം ചെല്ലാൻ കുതിരിക്കുന്ന നേരല്ല എന്ന് ഭാര്യ പറയും. ഭർത്താവ് വെച്ചെങ്കിൽ ഒരു പണിക്ക് പോയിട്ട് 2 കാലും അട്ടത്ത് വെച്ചിട്ട് കെട്ടിയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ആ ചെങ്ങായാണെച്ചെങ്കിൽ ഒരു കാര്യം ചെയ്യൂല. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് മാറ്റാൻ എന്താ മാർഗം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഒരു വ്യക്തികളുടെ കയ്യിൽ നമ്മൾ ഈ പറയുന്ന വീഡിയോ കിട്ടി കഴിഞ്ഞാൽ അന്നൊക്കെ അത് ചെയ്യും. പക്ഷേ ഈ മുഷ്കുടന്മാരെ പോലത്തെ കുറേ ആൾക്കാരുണ്ട്, ഒരു കാര്യം ചെയ്യൂല. പെണ്ണുങ്ങൾ കിടന്ന് ഓടി കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങൾ തള്ളി നിൽക്കാൻ. ഇതേപോലത്തെ ആണുങ്ങളും ഉണ്ട്. ആണെങ്കിൽ ഏതായാലും ഈ വെറുതെ ഇരിക്കരുത്, ഈ നാമൊന്ന് കയ്യും കാലും കഴുകി ചെല്ലിന്ന് പറഞ്ഞാൽ പിന്നെ കുറെ മന്ത്രണ്ട് ചെല്ലി കഴിഞ്ഞപ്പോൾ മോളിൽ നിന്ന് കെട്ടി വീഴില്ലെന്നൊക്കെ പറയും. പക്ഷെ ജനങ്ങളുടെ ഒരു വിഡ്ഢിത്തരമുണ്ട്. കാരണം വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മുടെ പ്രകൃതിയിലാണുള്ളത്. പക്ഷെ നമ്മളെ കുടുംബത്തേക്ക് മാത്രം ഈ ചൈതന്യമില്ലാത്ത കാരണം ഈ പൈശാചികത നമ്മളിലേക്ക് മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഇതാണ്ട് ഓടിക്കാനും നമ്മളെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാനൊക്കെ ഓരോ കുടുംബാംഗങ്ങൾക്കും പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തപ്പേര് കേൾക്കാൻ വേഗരിക്കും, അതുപോലെ നല്ല പേര് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ചീത്ത എന്ന് പറഞ്ഞ സാധനം എപ്പോഴും വേഗം എല്ലാവർക്കും വരും.
നമ്മളിലേക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് എത്ര അപകടമാണ് ആപത്തൊക്കെ വേഗം വരും. പക്ഷെ അതവിടെ ഒഴിഞ്ഞു പോകാൻ പാട് പറയപ്പെടണം. പക്ഷെ അതുപോലുള്ള സാധനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഉണ്ടാവാത്ത തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ചെയ്തോളൂ, പിന്നെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.